ഇപ്പഴത്തേക്ക് നിൽക്കും. അംഗങ്ങളുടെ ഇതൊരു ശ്രമകരമായ പണിയാണ്. നമ്മളിപ്പം വകുപ്പിന്റെ സ്ഥിരം ജീവനക്കാരോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രം ഉൾപ്പെട്ട് ചെയ്യുമ്പം ഇത്ര പെട്ടെന്ന് ഈ പണി നടക്കില്ല. അതൊരു പാർഷ്യൽ ഡീസിലിറ്റി ആണെങ്കിൽ പോലും അത് ചെയ്യണമെങ്കിൽ തന്നെ ഇത്രയധികം ആളുണ്ടെങ്കിലേ ഉള്ളൂ. അതൊരു കൂട്ടായ യത്നമാണ്. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കൊടും വേനലിൽ കാട്ടിൽ ഓൾറെഡി മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നൊക്കെ ഒരു സ്ഥലമാണത്. അപ്പോൾ ഇവിടേക്ക് വെള്ളം ഈ ചെറുതായിട്ട് നീരൊഴുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഒരു താൽക്കാലിക തടയണ കെട്ടിക്കൊണ്ട് ഈ വെള്ളത്തെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഇവിടെ വരുന്ന മൃഗങ്ങൾക്ക് ഇത് വെള്ളം കുടിക്കാൻ കിട്ടും. മാത്രമല്ല ഈ വെള്ളം ഈ കെട്ടി നിർത്തുന്നത് കൊണ്ട് ഭൂമിയിലേക്ക് ഇത് ഇറങ്ങി പോവുകയും ചെയ്യും. ഇതിൻ്റെ പരിസര ഭാഗത്തുള്ള കുടിവെള്ള സ്രോതസ്സുകളിലൊക്കെ വെള്ളം ഉണ്ടാവും. ഇപ്പോൾ വളരെ അതായത് ഈ ഉള്ള വെള്ളം കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമ്മളിവിടെ നന്നായിട്ട് കെട്ടി നിർത്തി ഇതിൻ്റെ നീരൊഴുക്ക് തടഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ കെട്ടി നിർത്തുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വന്യമൃഗങ്ങൾക്കൊക്കെ കുടിക്കാനുള്ള വെള്ളം ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യാണ്. എല്ലാ വർഷം കിട്ടാറുണ്ടോ? ഇവിടെ നമ്മൾ 2 വർഷം മുമ്പ് ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ സ്റ്റാഫ് എല്ലാവരും ഇവിടെ കൂടി കെട്ടിയതാണ്. ഇവിടെ ഇഷ്ടംപോലെ മൃഗങ്ങൾ വെള്ളം കുടിക്കുന്നതാണ്. ഉണങ്ങിയ മരച്ചില്ലകൾ ഇതിട്ടാണ് ഇവിടെ കരണ് കിട്ടുന്നത്. നമ്മള് കാട്ടില് വനവകുപ്പ് ഇതുപോലെ നേരത്തെ ചെക്കിടാം കെട്ടിക്കൊടുക്കാറില്ലേ? നേരത്തെ ഉണ്ട്. പക്ഷെ ബ്രഷ്വുഡ് ചെക്കിടാം കെട്ടി തുടങ്ങി 2020 സമയത്താണ് നമ്മൾ കൂടുതലും നമ്മളെ ഇക്കോ റെസ്റ്റോറേഷനാണ് നമ്മളതിൽ. ഇപ്പം ഈ ഒരു ഡീക്കേഡിലെ തീം തന്നെ ഇക്കോ റെസ്റ്റോറേഷനാണ്. അറിയാലോ 2020 മുതൽ 2030 വരെയുള്ള ഒരു ദശകത്തിൻ്റെ തീം തന്നെ അതിൻ്റെ ഒരു പാരിസ്ഥിതിക തീം തന്നെ ഇക്കോ റെസ്റ്റോറേഷനാണ്. ഇക്കോ റെസ്റ്റോറേഷൻ്റെ എന്തുകൊണ്ട് അതിൻ്റെ സാങ്കത്യം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള ഇക്കോസിസ്റ്റംസ് വൻതോതിൽ ഡാമേജ് ആക്കപ്പെട്ടിട്ടുണ്ട് നമ്മളെ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് കൊണ്ട്. നമ്മളെ വികസന പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ട് അതിൻ്റെ കാരണത്താൽ നമ്മളെ സ്വാഭാവിക പരിസ്ഥിതി ആവാസ വ്യവസ്ഥകൾക്ക് വലിയ കോട്ടം തട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ആരോഗ്യകരമായുള്ള സുസ്ഥിരമായ നിലനിൽപ്പിന് ഈ സ്വാഭാവിക പരിസ്ഥിതി അത്യാവശ്യമാണ്. പരിസ്ഥിതിയുടെ അല്ല ആവാസ വ്യവസ്ഥയുടെ സ്വാഭാവികത പുനഃസ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം അത് ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് UN 2020 മുതൽ 2030 വരെയുള്ള കാലത്തെ ഒരു ദശകം എന്ന് പറയുന്ന ഇക്കോ റെസ്റ്റോറേഷൻ്റെ പാരിസ്ഥിതിക പുനഃസ്ഥാപനത്തിൻ്റെ ഒരു ദശകമായിട്ട് അതിന് പറയാൻ കാരണം അതാണ്. നല്ല ഉച്ച സമയമാണ്. ഇത് കണ്ടോ, ചുറ്റുപാടൊക്കെ വെയിൽ കൊണ്ട് ഉണങ്ങിപ്പോയി. വെള്ളമുള്ള സ്ഥലങ്ങളുണ്ട്, വെള്ളമില്ലാത്ത സ്ഥലങ്ങളും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും വെള്ളമുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് വെള്ളത്തിൻ്റെ ദൗർലഭ്യമുള്ള സാഹചര്യങ്ങളിൽ സീസണിൽ അങ്ങോട്ട് കൂടും. പിന്നെ കാട്ടിൽ ഇങ്ങനെയുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സസ് ആണ്. അപ്പോൾ അത് നമ്മൾ ഓഗ്മെൻറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ ബ്രഷ്വുഡ് ചെക്ക് ഡാമിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വലിയ ചെക്ക് ഡാമുകൾക്ക് പോയി കഴിഞ്ഞാൽ കോൺക്രീറ്റ് ചെക്ക് ഡാമുകളാകുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രകൃതിയാനുള്ള ഇമ്പാക്റ്റും കൂടുതലായിരിക്കും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്കിനി അടുത്ത മഴ സീസൺ 1-2 മാസത്തിനുള്ള മഴ സീസൺ ആവാനായി. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അതുവരെയുള്ള എൻഷുർ ചെയ്യാനും നമുക്ക് ഇത് മതി. പിന്നെ അത്യാവശ്യം കുറച്ചൊരു മണ്ണൊലിപ്പ് തടയാനൊക്കെ ഇത് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും നാട്ടിനകത്ത് ഒരുപാട് പോയിട്ടുള്ള ആൾക്കാരാണ്. അവരവരുടെ കംഫർട്ട് സോണിൽ നിന്ന് വേണം നമ്മൾ ജോലി ചെയ്യാൻ. അപ്പൊ നമ്മൾ പോകുന്ന സമയത്ത് നമ്മളൊരു കാലെടുത്ത് വെക്കുകയാണെങ്കിലും അവിടെ പെർഫെക്റ്റ് ആയിട്ട് നോക്കിയ ശേഷം മാത്രം കാലെടുത്ത് വെക്കാൻ. അപ്പൊ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കീരിപ്പാറ ഭാഗത്താണ്. കീരിപ്പാറ മുമ്പ് ഒരുപാട് പേര് കീരിപ്പാറ പോയിട്ടുണ്ട്. അപ്പോൾ കീരിപ്പാറ പോകാത്ത ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തോളം നടക്കുക. നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ എത്ര കിലോമീറ്റർ? 5 കിലോമീറ്റർ.
പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയിലെ മുക്കാലിയിലാണ് ഞങ്ങൾ. ഇവിടെ നിന്നും സൈലന്റ് വാലിയിലെ കൊടും വനത്തിലുള്ള കീരിപ്പാറയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ നിന്ന് 5 കിലോമീറ്റർ ദൂരമുണ്ട് കീരിപ്പാറയിലേക്ക്. വന്യമൃഗങ്ങൾ നിത്യേന കുടിച്ചുകൊണ്ടിരുന്ന നീർച്ചോലകളിൽ തടയണ കെട്ടാനാണ് ഞങ്ങൾ പുറപ്പെട്ടത്. നല്ല വെയിലിൽ ഞങ്ങൾ അവിടെ എത്തുകയും അവിടുത്തെ കാഴ്ച കണ്ട് ഞെട്ടിപ്പോവുകയും ചെയ്തു. വന്യമൃഗങ്ങൾക്ക് കുടിക്കാൻ പറ്റാത്ത രീതിയിലാണ് പരിസരമെല്ലാം. നല്ലൊരു തടയണ കിട്ടിയാൽ ഇഷ്ടം പോലെ വെള്ളമുണ്ടാവും. അങ്ങനെയാകുമ്പോൾ അവർക്ക് അവരുടെ ദാഹം മതിയാവോളം തീർക്കാം. തൊട്ടടുത്തുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഒരിക്കലും അവർ വരികയുമില്ല. കല്ല് വേണ്ട. അല്ല കല്ലിടുന്നേ. കാട്ടിയിട്ട ചാണകം. ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ മറ്റൊരു തടാകവും വൃത്തിയാക്കി. ആ കാഴ്ച രണ്ട് കാര്യം ബാധിക്കുക. ആരാ മനോജ് സാർ പറയുന്നതായിരിക്കും കുറച്ച്. അല്ല മനോജ് സാർ പറഞ്ഞേ അല്ലല്ല ഞങ്ങളൊക്കെ പറയുന്നതാണ് സാറിന് ഇപ്പോഴല്ലേ കിട്ടുള്ളൂ. ഇല്ല, നമ്മള് ഈ ഒരു പ്രദേശത്ത്, ഈ വനമേഖലയുടെ ഈ ഒരു പ്രദേശത്ത് വെള്ളമുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഡിപ്രഷൻ, ചെറിയൊരു ചതുപ്പ് പോലെയുള്ള സ്ഥലം. അത് കാലാകാലങ്ങളായിട്ട് വന്യജീവികളും ഒക്കെ വെള്ളത്തിന് വേണ്ടിയുള്ള സോഴ്സായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെള്ളം മുകളിൽ കാണുന്നത് ഈ ഒരു പ്രദേശത്തിന്റെ വാട്ടർ ഷെഡാണ് നമ്മൾ ഈ കാണുന്ന മുകളിൽ കാണുന്ന ഭാഗം. അവിടെ നിന്നെല്ലാം വരുന്ന വെള്ളം സ്വരൂപിക്കുന്നത് ഇവിടെയാണ്. ഗ്രൗണ്ട് വാട്ടർ ആയിട്ടും സർഫസ് റൺ ഓഫ് ആയിട്ടും. അപ്പോൾ ഇവിടെ അതിൻ്റെ കൂടെ തന്നെ കുറേ സിൽറ്റ് കൂടി വന്നു ചേരും. മണ്ണ് അങ്ങനെയുള്ള എല്ലാ സാധനവും വന്നു ചേരും. അപ്പോൾ അത് വന്ന് അടിയുന്ന സമയത്ത് ഈ വെള്ളം ഉൾക്കൊള്ളാനുള്ള കഴിവിനെ അത് ബാധിക്കും. കുറേ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ബാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡീസിൽറ്റ് ചെയ്യും. നമ്മളതിനെ മുഴുവനായിട്ട് ചെയ്യാതെ പാർഷ്യലി ഡീസിൽറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒന്നും കൂടി ഒന്ന് ഉൾക്കൊള്ളുന്ന രീതിയിലാക്കിയത്. മുഴുവനായിട്ട് ഡീസിൽറ്റ് ചെയ്യുമ്പോൾ അത് വേറെ ചില ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ അതിന് നമ്മൾ പോകില്ല. ചെറിയതായിട്ടൊന്ന് ഡീസിൽറ്റ് ചെയ്യുക. കുറച്ചുകൂടി വെള്ളം ഉൾക്കൊള്ളാവുന്നതാണ്. കുറച്ചുകൂടി ശുദ്ധജലം കിട്ടും. കുറച്ചുകൂടി കാലത്തേക്ക് വെള്ളം നിൽക്കും. വേനൽക്കാലം അടുത്ത മഴ സീസൺ വരെ. അപ്പോൾ നമുക്കൊരു 2-3 മാസം മഴയ്ക്കുണ്ട്. ജൂൺ പകുതി വരെ നമ്മൾ എന്തായാലും കാണണം. 70 ലക്ഷം വർഷത്തേക്കാൾ പഴക്കമുണ്ട് നമ്മുടെ സൈലന്റ് വാലിക്ക്. ഇവിടുത്തെ മണ്ണും വായുവും വെള്ളവും എല്ലാം ശുദ്ധമാണ്. നമുക്കൊരു പക്ഷേ കാടുണ്ടാക്കാം. എന്നാൽ ഒരുപാട് വർഷത്തെ ഒരു കാട് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഇത്തരം ആവാസ വ്യവസ്ഥയുള്ള കാടിനെ നമുക്ക് നശിപ്പിക്കാൻ പാടില്ല. വരും തലമുറക്കും ഇത് നിലനിൽക്കുക തന്നെ വേണം. നമ്മൾ നിത്യേന കുടിക്കുന്ന വെള്ളത്തിൽ മറ്റും എത്രമാത്രം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കലരുന്നുണ്ട്. എന്നാൽ നമുക്കൊരു ശുദ്ധവെള്ളം കുടിക്കണമെങ്കിൽ, നമുക്കൊരു ശുദ്ധ വായു ശ്വസിക്കണമെങ്കിൽ നമുക്ക് സൈലന്റ് വാലി നിലനിർത്തിയേ പറ്റൂ. സിസിപ്പസ് എന്ന് പറയുന്ന ഒരു കാട്ടുപഴമാണിത്. സൈലന്റ് വാലി കാട്ടിനുള്ളിലേ വേനലിൽ നമുക്ക് കിട്ടിയ സംഭവമാണത്. നല്ല ടേസ്റ്റാണ്. പക്ഷെ നോമ്പായതുകൊണ്ട് കഴിക്കുന്നില്ല. കഴിച്ചവരൊക്കെ പറഞ്ഞു നല്ല അടിപൊളി ടേസ്റ്റാണ്.
ആരും മുണ്ടില്ലല്ലോ. നിങ്ങൾക്ക് വന സംരക്ഷണം ഇഷ്ടമാണോ? കാട്ടിലൂടെ ട്രക്കിംഗ് ഇഷ്ടമാണോ? അതുപോലെ പുഴയിലെ കുളി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതുപോലെ ടോർമെൻട്രിയിലെ താമസവും? എങ്കിൽ നിങ്ങൾക്കും ഗ്രാഫിനോടൊപ്പം ചേരാം. ചാനൽ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വന മേഖലയിലെ നിങ്ങൾ കണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അഞ്ച് കിലോമീറ്റർ നടന്ന് ഉച്ച സമയത്ത് അങ്ങനെ എത്താനായി. സൈലന്റ് വാലിന്റെ പാക്കേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5 പേരടങ്ങുന്ന ഒരു ട്രിപ്പാണെങ്കിൽ ഒരു 3000 രൂപയാണ്. അത് അവിടുത്തെ ഫീസും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂടിയാണ്. വേറെ എന്താ അറിയണ്ടത്? ഇത്രേ ഉള്ളൂ അല്ലേ? ആ 5 പേരുണ്ടെങ്കിൽ 5 പേരുണ്ട്. അതായത് ഒരാൾക്ക് ശരാശരി ഒരു 600 രൂപ. 600 രൂപ. ആ നിങ്ങളിപ്പോൾ ഒരാളെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ് ഉണ്ടാവും. ബസ്സിന് പോകാം. ഒരു 600 രൂപ. പക്ഷെ അപ്പം ആളാകണം കേട്ടോ ബസ്സിന്. ബസ് നമ്മൾ ആളാൻ വേണ്ടി കാത്തിരിക്കണം. കാത്തിരിക്കും. ഇതാകുമ്പോ 5 പേരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3000 രൂപ ചെലവ് വരും. രാവിലെ 8 മണി മുതൽ തുടങ്ങിയാണ് 1 മണി വരെ പോകാം. 1 മുതൽ 1:30, 2 മണി വരെയൊക്കെ ഇപ്പോൾ വിടുന്നുണ്ട്. പിന്നെ ഫുഡ് കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇവിടുന്ന് രാവിലെ കഴിച്ചിട്ട് പോകാം. ഉച്ചയാകുമ്പോൾ രാവിലത്തെ ട്രിപ്പാണെങ്കിൽ നമുക്ക് ഉച്ചയാകുമ്പോഴേക്ക് തിരിച്ചു വരാം. എത്ര മണിക്കൂറുണ്ടാവും? ഇപ്പോൾ ഒരു 5 മണിക്കൂർ. 5 മണിക്കൂർ നമുക്ക് കിട്ടുമോ? 5 മണിക്കൂർ നിങ്ങൾക്ക് പോയിട്ട് വരാനുള്ള ടൈമാണ്. ടൈം നിങ്ങൾക്ക് 5 പേരുണ്ടെങ്കിൽ 3000 രൂപയാണ് അവിടെ മൊത്തത്തിൽ ചിലവ് വരുന്നത്. വണ്ടീൻ്റെയും ഗൈഡിൻ്റെയും സർക്കാരിലേക്കുള്ള എൻട്രൻസ് ഫീസ്.